ചെയ്ത പാപം എന്താണ് ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ റസൂൽ പെട്ടെന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്റെ നാട്ടിലൊരു പെണ്ണ് മരിച്ചു, ഒരു സ്വാലിഹത്തായ പെണ്ണ് മരിച്ചു. അവളുടെ മയ്യത്തും കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞ പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ചു. 6 അടി മണ്ണിനകത്ത് ഇറക്കി വെച്ചിട്ട് അടയാളം വെച്ച് ഞാൻ പിരിഞ്ഞു പോയി നബിയേ. അടയാളം വെച്ച് തന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. പാതിരാത്രി എത്തിയപ്പോ സാധാരണ പോകുന്നത് പോലെ അതാ മണ്ണ് കുടിക്കുന്ന ആയുധവും എടുത്തുകൊണ്ട് അടയാളം വെച്ച ഖബറിന്റെ ചാരത്ത് പാതിരാത്രിയിൽ കടന്നു ചെന്ന് അവിടെ നിന്ന് മണ്ണുകൾ വെട്ടി മാറ്റി പലകയെടുത്ത് മാറ്റിയിട്ട് ആ ഖബറിനകത്തിറങ്ങിയിട്ട് ആ പെണ്ണിന്റെ കഫം തുണികൾ അടിച്ചെടുക്കുകയാ. ആ പെണ്ണിന്റെ കഫം തുണികൾ അടിച്ചെടുക്കുകയാ. എന്നിട്ട് ഖബറിന്റെ മുകളിൽ കയറി മണ്ണിട്ട് മൂടിയിട്ട് മീസാങ്കല്ലുകളെ നിരത്തി വെച്ചിരിക്കുന്ന മൈലാഞ്ചി ചെടികളുള്ള ആത്മാക്കളുടെ ലോകമായ പള്ളിപ്പറമ്പിലെ ഖബർസാനിലൂടെ ഞാനങ്ങ് മുന്നോട്ട് നടന്നു പോകുമ്പോ ആ ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്, ഒരു നൂൽബന്ധം പോലുമില്ലാതെ, ഒരൽപ്പം വസ്ത്രം പോലുമില്ലാതെ ഖബറിന്റെ അകത്ത് കിടക്കുന്ന പെണ്ണിനെ എനിക്ക് ഓർമ്മ വന്നു നബിയേ. എനിക്ക് അവളോട് മോഹം തോന്നി നബിയേ. രണ്ടാമതും ഖബറിന്റെ ചാരത്ത് ചെന്നോ മണ്ണുകൾ വെട്ടി മാറ്റി പലകയെടുത്ത് മാറ്റി ഖബറിനകത്തിറങ്ങി ആ മയ്യത്തിനെ ഞാൻ കേറി പിടിച്ചു നബിയേ. ആ മയ്യത്തിനെ പോലും ഞാൻ വെറുതെ വിട്ടില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറയുമ്പോ ഉമ്മറതങ്ങളെ ബോധം കെട്ട് വീഴുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകാലുകൾ തളർന്നു പോയി. നബി അവിടെ നിന്ന് തളർന്നു വീഴുകയാണ്. കൈകാലുകൾ വിറയ്ക്കുകയാണ്. കണ്ണിലൂടെ കണ്ണുനീര് ഒഴുകുകയാ. എന്തൊരു പാപമാ അല്ലാഹ്, മയ്യത്തിനെ പോലും വെറുതെ വിടാത്ത ചെറുപ്പക്കാരനാ. ഈ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹു എനിക്ക് പുറത്തു തരുവോ നബിയേ, അല്ല എനിക്ക് പുറത്തു തരുവോ നബിയേ. ചെറുപ്പക്കാരാ കരയടാ. അല്ലാഹുവിന്റെ മുന്നിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാറ് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അവിടെ നിന്ന് ചോദിക്കുന്നു, മുത്തി നബിയേ, ഇവനല്ല പുറത്തു കൊടുക്കുവോ? എന്തൊരു പാപമാ അല്ലാഹ്, എന്തൊരു പാപമാ അല്ലാഹ്. റസൂലുള്ള പറഞ്ഞു, ഉമറേ, ഇവനെക്കാളും പാപം ചെയ്യുന്നവരുണ്ടല്ലോ. ആരാണെന്നറിയോ? മറ്റുള്ളവന്റെ പച്ചയിറച്ചി തിന്നുന്ന മുസ്ലിമേ. ആരെക്കുറിച്ചാണോ പറഞ്ഞത് അവരോട് പൊരുത്തം ചോദിക്കാതെ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് നീ മറന്നു പോകരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുകയാ, 2 മുഖമുള്ളവരാകല്ലേ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ ലിസാനാനി മിനന്നാർ, തീയുടെ 2 നാവുകളുമായിട്ട് അല്ലാഹു നാളെ നിന്നെ പരലോകത്ത് കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ അല്ലാഹ് ഒരുപാട് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് റബ്ബേ. ഒരുപാട് പേരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട് റബ്ബേ. നീ പുറത്തു തരണേ അല്ലാഹ്, നീ പുറത്തു തരണേ അല്ലാഹ്. മൂന്നാമത്തെ വിഭാഗം 2 മുഖമുള്ളവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ
അള്ളാഹു നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ. 10:45 ചിലരൊക്കെ വാച്ച് നോക്കുന്നു. ശരിയാ, 10:45. 11 മണിക്ക് നിർത്താമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ബക്കറ്റ് പിരിവില്ലേ? ഉണ്ടോ 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 ഉണ്ടോ? ബക്കറ്റ് എടുത്തോ. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്സദഖത്തു റദ്ദുൽ ബലായ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റും. ഏതു മാരക രോഗത്തെയും മാറ്റാനുള്ള പവർ സദക്കയ്ക്കുണ്ട്. ഉണ്ടാ? ബക്കറ്റ് ഉണ്ടോ? ഇല്ലേ? ഇല്ലെങ്കിൽ വേണ്ട. ഇല്ലേ? ഉണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് മാരക രോഗത്തെയും തട്ടിമാറ്റാൻ സദക്കയ്ക്ക് കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സദക്ക കൊണ്ട് ചികിത്സിക്ക്, നിങ്ങളുടെ രോഗങ്ങളെ നിങ്ങൾ സദക്ക കൊണ്ട് ചികിത്സിക്ക്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, സംഘാടകർ മുന്നിലേക്ക് കടന്നു വരികയാ. എഴുന്നേറ്റ് പോകേണ്ടവർക്ക് എഴുന്നേറ്റ് പോകാം, ഉറക്കം നടിക്കുന്നവർക്ക് ഉറക്കം നടിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്നല്ലേ എഴുന്നേറ്റ് പോകാൻ പറ്റുകയുള്ളൂ. അസ്റായിൽ വരുമ്പോ എവിടെയും പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പടച്ചവന്റെ ഇൽമ പഠിപ്പിക്കുന്ന മദ്രസയ്ക്ക് വേണ്ടിയാ, ചോർന്നൊലിക്കുന്ന ഒരു മദ്രസയ്ക്ക് വേണ്ടിയാണ് 50ാമത്തെ വാർഷികമാണ്. പടച്ചവനെ ഇന്ന് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഈ ജമാഅത്തിന്റെ പരിപാലന സമിതിയുണ്ടല്ലോ, ഇവിടെ നീ നാടുകളിൽ നിന്ന് പഠിക്കാൻ പോയ ആലിമീങ്ങളായ പണ്ഡിതന്മാർ, അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കന്മാരുടെ അനന്തര അവകാശികളായ ആലിമീകളെ ആദരിക്കുന്നത് കണ്ടല്ലോ. അല്ലാഹുവേ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. വലിയ പ്രതിഫലമാ സഹോദരാ, വലിയ പ്രതിഫലമാണ്. അതുകൊണ്ട് അവരെ ബക്കറ്റുമായി നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. വെറും കയ്യോടെ മടക്കല്ലേ. അല്ലാഹുവിന് വേണ്ടിയാണ്, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്. അസ്സദഖത്തു റദ്ദുൽ ബലായാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന മാരകമായ ക്യാൻസർ പോലെ, ട്യൂമർ പോലെയുള്ള മാരക രോഗങ്ങളെ തട്ടിമാറ്റാൻ സദഖയ്ക്ക് കഴിയും സഹോദരാ. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുത്തോ. ഒരാൾ പോലും കൊടുക്കാതിരിക്കരുത്, ഒരാൾ പോലും കൊടുക്കാതിരിക്കരുത്. അല്ലാഹു തന്നതിൽ നിന്ന് കൊടുത്തോ. പെങ്ങളെ, 6 വയസ്സുള്ള ഒരു കുഞ്ഞിന് ക്യാൻസർ ആണ്, ദുആ ചെയ്യണേ എന്ന് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിരിക്കുകയാ. 6 വയസ്സുള്ള തന്റെ പൊന്നുമോൾക്ക് ഉസ്താദേ ബ്ലഡ് ക്യാൻസർ ആണ്, അല്ലാഹുവേ ശിഫ കൊടുക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ. പെങ്ങളെ, നിസാരമേ ഉള്ള മോള്, എപ്പോഴെങ്ങനെയാ വരുന്നതെന്നറിയില്ല. നിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ആ രോഗത്തിന്റെ അണുക്കളുണ്ടെങ്കിൽ ഈ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് തികയൂല. നീ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാൽ മാറാത്ത രോഗങ്ങൾ വന്നാൽ എന്ത് ചെയ്യും മുസ്ലിമേ? അതുകൊണ്ട് നീ സമ്പാദിച്ചത് മുഴുവനും കൊടുക്കണ്ട. അല്ലാഹു തന്നതിൽ നിന്ന് ഒരൽപ്പം നിനക്ക് കൊടുക്കാൻ കഴിയുമോ? റഹീമായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, കാരുണ്യക്കടലായ അല്ലാഹ്, ആരെല്ലാ സദഖ കൊടുക്കുന്നുണ്ടോ മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്, രക്ഷപ്പെടുത്തണേ അല്ലാഹ്, സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാഹ്. ബക്കറ്റ് മേടിക്കാൻ പണത്തൂര് പോയോ? സ്ത്രീകളുടെ ഭാഗത്തൊന്നുമില്ല, മൊത്തം ബക്കറ്റ്. മുസാഫത്തൊന്നും ഇല്ല. വടച്ചോനെ, ഓടി വാ, ബക്കറ്റുമായിട്ട് ഓടി. കമ്മിറ്റിക്കാരൊക്കെ ഓടി വാ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. പോ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. പെട്ടെന്ന് എല്ലാവരും കയ്യറോ. പൈസ ഇല്ലെങ്കിൽ ഇട്ടോ, ഇട്ടതിന്റെ പ്രതിഫലെങ്കിലും കിട്ടും. വെച്ചതുണ്ടോ നോക്ക്. കയ്യും കെട്ടി ഇരിക്കല്ലേ വെറുതെ. മലക്കിന് നിനക്കെതിരായി ദുആ ചെയ്യും. അല്ലാഹു കാക്കുമാറാകട്ടെ. പെണ്ണുങ്ങളൊക്കെ മോതിരം ഇട്ടാ മതി, ഇട്ട പൈസ ഇടണ്ട. പൈസ ഇല്ലെങ്കിലും മോതിരം കേട്ടോ. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരെണ്ണം കൂടെ കേട്ടൂടെ? വഅദ് അടികൊള്ളുന്നത് ചെണ്ട, പണം വാങ്ങുന്നത് മാരാര് ഇല്ലേ ഉസ്താദെ? വഅദ് പറയുന്ന ഉസ്താദിന് പച്ചവെള്ളം പോലും ഇല്ല. വഅദ് കേൾക്കാൻ വന്നവർക്ക് ചായ കാപ്പിയും കണ്ട കൊടുക്കുന്നുണ്ട്, കുടിക്ക്. കുഴപ്പമില്ല, അല്ലാഹു ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ കേട്ടോ. ചായയും ബിസ്ക്കറ്റും ഉണ്ടില്ലേ? എന്തൊക്കെയോ കൊട്ടയ്ക്കകത്ത് കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ശരി, അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഞ്ചാമത്തെ വിഭാഗം, നാലാമത്തെ വിഭാഗം അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാലാമത്തെ വിഭാഗം അഹങ്കാരം. 2 ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തുക. 3 2 മുഖമുണ്ടാവുക. ഈ 3 പാപം നിങ്ങൾ ആരും ചെയ്തിട്ടില്ലെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടാകും. ഈ പറയുന്ന പാപം ഈ സദസ്സിലിരിക്കുന്ന 100 പേരും ചെയ്തവരാ, 99 അല്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ പാപം ചെയ്തിട്ടുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ, ഉറക്കപ്പറല്ല കാക്കുമാറാകട്ടെ. ഈ ഇരിക്കണ 100ൽ 100 പേരും ഒരാൾ പോലും ഒഴിവാകത്തില്ല. ഈ ആലാമത്തെ പാപം ചെയ്തിട്ടുള്ളവരെ നമ്മൾ എല്ലാവരും അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അള്ളാഹ് പുറത്തു തരുമാറാകട്ടെ. ഏതു പാപമാ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാലാമത്തെ വിഭാഗം ആരെന്നറിയോ? അൻ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല മൻ തഫല തിജാഹുൽ ഖിബ്ലതി ജാഅ യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് നിന്ന് നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്ന ആ നാലാമത്തെ വിഭാഗം ആരെന്നറിയോ? എങ്ങനെയാ വരുന്നതെന്നറിയോ? ചായ കുടിക്കുന്നതിന്റെ ഇടയിൽ മറക്കല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ ചെയ്ത പാപവാ. ചെയ്യാത്ത ഒരാണുമില്ല, ചെയ്യാത്ത ഒരു പെണ്ണുമില്ല. നമ്മൾ ജനിച്ചത് മുതലും ഇന്നത്തെ ദിവസം വരെ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം ചെയ്തു പോയ പാപമാണ്. പിന്നെ എന്തിനാ ഇത് പറയുന്നതെന്നറിയോ? ഇനിയെങ്കിലും തിരുത്താനാ, ഇനിയെങ്കിലും തൗബ ചെയ്യാനാ. അല്ലാഹുവേ, നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ അവരുടെ നെറ്റിത്തടമുണ്ടല്ലോ, ഈ 2 കണ്ണുകളുണ്ടല്ലോ, ഈ 2 കണ്ണുകളുടെ ഇടയില് ഈ ദുനിയാവിൽ തുപ്പിയ തുപ്പലുകളുണ്ടല്ലോ, അല്ലാഹു ഈ നെറ്റിത്തടത്തിൽ കൊണ്ടുവച്ചിരിക്കുകയാ. നമ്മളൊക്കെ തുപ്പുമല്ലോ, നമ്മളൊക്കെ തുപ്പുന്ന തുപ്പലുണ്ടല്ലോ, ഈ തുപ്പൽ അല്ലാഹു നമ്മുടെ മുഖത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അതും നെറ്റിത്തടത്തിലാണ്. 2 കണ്ണുകൾക്കിടയില് ഇങ്ങനെ ചുമന്നുകൊണ്ട് നാളെ പരലോകത്ത് വരുന്ന വിഭാഗമാ. വല്ലാത്ത ദുർഗന്ധമാ, വല്ലാത്ത ദുർഗന്ധമാ. ജനങ്ങളും മുഖം തിരിക്കുകയാ. ആരെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അവരാരാണ് നബിയേ? അവരാരാണ് നബിയേ? സഹാബാ, കിബിലയുടെ നേരെ തുപ്പിയവരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, ഈ കിബിലയുണ്ടല്ലോ, ആ കിബിലയുടെ നേരെ തുപ്പിയവരാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചങ്ങായി പോവാണോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കിബിലയുടെ നേരെ നമ്മൾ തുപ്പിയിട്ടുണ്ട്. അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ.
തുപ്പിയിട്ടില്ലേ? ജീവിതത്തിൽ തുപ്പിയിട്ടുണ്ടോ? എവിടാ തുപ്പേണ്ടത്? വലതു ഭാഗത്താ, ഇടതു ഭാഗത്താ, മുമ്പിലാ? എവിടാപ്പ തുപ്പ? ഇന്ന് വരെ നമ്മൾ എവിടെ ഇടതു ഭാഗത്താ തുപ്പണേ? സത്യത്തിൽ ഇടതു ഭാഗത്താണ് തുപ്പേണ്ടത്. ആരാ ഇടതു ഭാഗത്ത് തുപ്പണേ? ആരാപ്പ തുപ്പണ? പള്ളിയുടെ ജനലി എഴുതി വെച്ചിട്ടുണ്ട് ഇതിലേ തുപ്പരുതെന്ന്. പള്ളിയുടെ ജനലി പോലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബയുടെ നേരെ തുപ്പിയ തുപ്പല് നാളെ പരലോകത്ത് വരുമ്പോ നിന്റെ നെറ്റിത്തടത്തിൽ ഉണ്ടാകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹിന്റെ കഅബയെ ആദരിക്കണം, അള്ളാഹുവിന്റെ കഅബയെ ആദരിക്കണം. നിസ്കരിക്കുന്ന സമയത്ത് മാത്രമല്ല കഅബ, നിസ്കരിക്കുന്ന സമയത്ത് മാത്രമല്ല കഅബ, കഅബയുമായിട്ട് ജനനം മുതൽ മരണം വരെ ബന്ധമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കുമ്പോൾ നേരെ കിബിലയുടെ നേരെ നിസ്കരിക്കൽ മാത്രമല്ല, ഖുർആൻ ഓതേണ്ടത് കിബിലയുടെ നേരെ നിന്നിട്ടാ, ഉളുവെടുത്ത് ദുആ ചെയ്യേണ്ടത് കിബിലയുടെ നേരെ നിന്നിട്ടാ, ബാങ്ക് വിളിച്ച് ദുആ ചെയ്യേണ്ടത് കിബിലയുടെ നേരെ നിന്നിട്ടാ, നീ ഏകദേശം ചെയ്യുന്ന ഏകദേശമുള്ള സൽക്കർമ്മങ്ങളും ഇബാദത്തുകളും ചെയ്യേണ്ടത് കിബിലയുടെ നേരെ നിന്നിട്ടാ. എന്തിനു പറയണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കിടന്നുറങ്ങേണ്ടത് കിബിലയുടെ നേരെയാ. രാത്രി കിടന്നുറങ്ങേണ്ടത് എങ്ങോട്ടാ? എടാ, ഒരു മനുഷ്യൻ കിടക്കുമ്പോൾ കിബിലയുടെ ഭാഗത്തേക്ക് മുഖം കാണുന്ന രീതിയിൽ കിടക്കണമെന്ന. കിടക്കുമ്പോഴും നിസ്കരിക്കുമ്പോ മാത്രമല്ല, ഉറങ്ങുമ്പോ കിബിലയുടെ നേരെ. എന്തിന്? മരിച്ച മയ്യത്ത് എങ്ങോട്ടാ കിടത്തണ്ടേ? നീ മരിച്ചുപോയാൽ നിന്റെ മയ്യത്ത് ആൾക്കാര് പറയും കിബില കാണുന്ന രീതിയിൽ കിടത്താൻ. എന്തിനടാ ഈ കാണുന്ന പാണത്തൂര് പള്ളിയുടെ ഖബർസ്ഥാനി കൊണ്ടുവച്ചിരിക്കുന്ന സർവ്വ മയ്യത്തുകളും കിബിലയുടെ ഭാഗത്തേക്കാ തല വെച്ചിരിക്കുന്നത്, അല്ലാതെ തിരിച്ചാണോ? നിസ്കരിക്കുന്ന സമയത്ത് മാത്രമല്ല കിബില, നമ്മുടെ ജീവിതത്തിലെ സർവ്വ കാര്യങ്ങളിലും എല്ലാ ഇബാദത്തുകളിലും ആ പരിശുദ്ധമായ കഅബയെ നമ്മൾ ആദരിക്കണം, ആ കിബിലയെ നമ്മൾ ബഹുമാനിക്കണം. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആ കിബിലയെ ബഹുമാനിക്കുമ്പോഴേ അള്ളാഹു നമുക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ തരികയുള്ളൂ. ആ കിബിലയെ നാം ആദരിക്കണം. നിനക്ക് എന്താദരവ്? കിബിലയുടെ നേരെ തുപ്പുന്നു. ഖുർആൻ ഓതുന്നത് എങ്ങോട്ടോ ഇരുന്നു. ഖുർആൻ ഓതുന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, തമാശയല്ല. ഒരാൾ ഈ പള്ളിയിലേക്ക് കയറി വരുമ്പോൾ ഈ പള്ളിയുടെ നേരെ തുപ്പരുത്, കിബിലയുടെ ഭാഗത്തേക്ക് തുപ്പരുത്. ഒരു മനുഷ്യന് ഇടതുഭാഗത്തെ തുപ്പാൻ പാടുള്ളൂ. ഇവിടെ അതൊന്നും നോക്കാറില്ല നമ്മൾ. അള്ളാഹുവിന്റെ കഅബാലയത്തെ ആദരിക്കണം, പരിശുദ്ധമായ കിബിലയെ ആദരിക്കണം. ആദരിക്കുന്നവർക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ. ഇനിയെങ്കിലും നിങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധ കഅബാലയത്തിന്റെ നേരെ തുപ്പല്ലേ ഉപ്പാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബയുമായി നീ ഒരു ബന്ധമുണ്ടാക്കിയെടുക്കൂ. കിബിലയുമായിട്ട് നിനക്കൊരു ബന്ധമുണ്ടാകണമല്ലോ. ഒരു ചരിത്രം പറയട്ടെ. മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ യഥാ ശത്രുക്കൾ പിടിച്ചുകൊണ്ട് വരികയാണ്. ഹുബൈബ് തങ്ങളെ കൊല്ലുന്നതിന് വേണ്ടി പിടിച്ചുകൊണ്ട് വരികയാണ്. അവിടുന്ന് ശത്രുക്കൾ ചോദിച്ചു, ഹുബൈബേ, നീ ഞങ്ങളുടെ കൂട്ടുകാരനാ ഹുബൈബേ, നീ ഞങ്ങളുടെ കൂട്ടുകാരനാ ഹുബൈബേ, ചെറിയ പ്രായത്തിലേ ചാകണമോ? ചെറിയ പ്രായത്തിലേ ചാകണോ ഹുബൈബേ? നീ പുതിയ മതം കളന്നിട്ട് ഞങ്ങളുടെ കൂടെ വന്നാൽ നിനക്ക് നിങ്ങളെ ജീവനോട് വെറുതെ വിട്ടേക്കാ. ഹുബൈബ് തങ്ങൾ തയ്യാറായില്ല. അവസാനം അവര് ചോദിച്ചു, ഹുബൈബേ, നീ മതമൊന്നും മാറണ്ട, മുഹമ്മദിന് ഒരു ചീത്ത പറഞ്ഞാ നിന്നെ ഞങ്ങൾ വെറുതെ വിട്ടേക്കാ. മുഹമ്മദിന് ഒരു ചീത്ത പറഞ്ഞാ നിന്നെ ഞങ്ങൾ വെറുതെ വിട്ടേക്കാ. ഹുബൈബ് തങ്ങൾ അതിനും തയ്യാറായില്ല. അവിടുന്ന് പടച്ചവനെ അവസാനം ഹുബൈബ് തങ്ങളെ തൂക്കിക്കൊല്ലാ തീരുമാനിച്ചു. കൊല്ലാ സമയമായപ്പോ അവര് ചോദിച്ചു, ഹുബൈബേ, നിന്റെ അവസാനത്തെ അഭിലാഷം എന്താ? ചാകുന്നതിന് മുമ്പ് നിനക്ക് വല്ല മോഹവുമുണ്ടോ? നിനക്ക് വല്ല ആഗ്രഹവുമുണ്ടോ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്, സാധിച്ചു തരുമോ? മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അവസാനത്തെ ആഗ്രഹം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ കഅബയുടെ നേരെ നിന്ന് എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കണം. എനിക്ക് കിബിലയുടെ നേരെ നിന്ന് 2 റക്അത്ത് നമസ്കരിക്കാൻ സമ്മതിക്കുമോ? ശത്രുക്കൾ അനുവാദം കൊടുക്കുകയാ.
ഹുബൈബ് റളിയല്ലാഹു തആല അവിടുന്ന് ഓടി വരികയാണ്. അവിടുന്ന് വുളുവെടുത്തു. അല്ലാഹുവേ, കഅബാലയത്തിന്റെ നേരെ നിന്നിട്ട് 2 റക്അത്ത് നമസ്കരിച്ചു. പെട്ടെന്നാണ് നമസ്കരിച്ചത്. എന്നിട്ട് ഹുബൈബ് ഇബ്നു അദിയ്യ തങ്ങൾ അല്ലാഹുവിനോട് യാത്ര പറയുകയാ, അല്ലാഹുവോട് ദുആ ചെയ്യുകയാ. എന്നിട്ട് ഹുബൈബ് റളിയല്ലാഹു തആല കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറി. പടച്ചവരെ, അവര് കൈകാലുകൾ കെട്ടുകയാ. ഹുബൈബ് തങ്ങളുടെ കഴുത്തിൽ കയറിടുകയാണ്. എന്നിട്ട് അവര് ചോദിച്ചു, ഹുബൈബ്, ഇനിയെങ്കിലും പറയടാ, നിനക്ക് തീരുമാനത്തിൽ മാറ്റമുണ്ടോ? ഹുബൈബ് തങ്ങൾ പറഞ്ഞു, എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല. അവര് കഴുത്തിൽ കയറിട്ട് മുറുക്കുകയാ. പഴുപ്പിച്ച കമ്പി കൊണ്ടുവന്ന്, കുന്തം കൊണ്ടുവന്ന് ഹുബൈബ് തങ്ങളുടെ വയറ്റിലും നെഞ്ചിലും കുത്തിയിട്ട് പച്ചയിറച്ചി ഇങ്ങനെ വലിഞ്ഞെടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഹുബൈബ് റളിയല്ലാഹു തആല വിളിച്ചു പറഞ്ഞത് എന്തെന്നറിയോ? നിങ്ങൾ എന്നെ തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചാൽ, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഒരിക്കലും എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. ഹുബൈബ് റളിയല്ലാഹു തആല ആ കഴുകുമരത്തിൽ കിടന്ന് തൂകുമ്പോ ശത്രുക്കൾ പറഞ്ഞു, ഹുബൈബേ, കിബിലയുടെ നേരെ തലവെക്കണ്ടടാ. കിബിലയുടെ ഭാഗത്തേക്ക് തല വെച്ചുകൊണ്ട് നീ ചാകില്ല. ഹുബൈബ് തങ്ങളുടെ തല പിടിച്ച് തിരിക്കുകയാ. ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോ, എനിക്ക് കിബിലയുടെ നേരെ നിന്ന് നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് ഇബ്നു അദിയ്യ റളിയല്ലാഹു തആല കഴുകുമരത്തിൽ കിടന്ന് പിടയുമ്പോ അവര് തല പിടിച്ച് തിരിക്കുകയാ. ചരിത്രമറിയുമെങ്കിൽ വായിച്ചു നോക്കൂ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തല തിരിഞ്ഞില്ല വാപ്പാ. അവരെത്ര പരിശ്രമിച്ചിട്ടും അല്ലാഹുവിന്റെ കഅബയുടെ നേരെയാണ് ഹുബൈബ് തങ്ങളുടെ തലയിരുന്നത്. ആ കിടപ്പിൽ കിടന്നാണ് അവിടുന്ന് ഷഹീദായത് എന്ന് ചരിത്രം പറഞ്ഞു തരുമ്പോ, നിങ്ങൾ അല്ലാഹുവിന്റെ കഅബയെ മറക്കല്ലേ. കിബിലയെ നിങ്ങൾ അവഹേളിക്കരുത്. ആ കിബിലയെ നിങ്ങൾ ആദരിക്കണം. ആ കിബിലയെ നിങ്ങൾ പരിഗണിക്കണം. ആ കിബിലയ്ക്ക് നൽകേണ്ട സ്ഥാനം നൽകണം. അത് നിസ്കാരത്തിന്റെ സമയത്ത് മാത്രമല്ല, ദുആ ചെയ്യുന്ന സമയത്ത് മാത്രമല്ല, ഉളുവെടുക്കുന്ന സമയത്ത് മാത്രമല്ല, കിടന്നുറങ്ങുന്ന സമയത്ത് മാത്രമല്ല, മരണത്തിന്റെ വേളയിൽ മാത്രമല്ല, പടച്ചവനെ മരിച്ചു മയ്യത്ത് കിടക്കുന്ന സമയത്ത് മാത്രമല്ല, അല്ലാഹുവേ, പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് കൊണ്ട് കടത്തുമ്പോഴും ഖിയാമത്ത് നാൾ വരെ പടച്ച റബ്ബേ, കിബില കണ്ടുകൊണ്ട് കിടക്കണമല്ലോ. ആ കിബിലയെ നിങ്ങൾ ആദരിക്കണേ. ആ കിബിലയെ നിങ്ങൾ ബഹുമാനിക്കണേ. കിബിലയുടെ നേരെ തുപ്പല്ലേ. കിബിലയുടെ നേരെ തുപ്പല്ലേ. അല്ലാഹുവിന്റെ പരലോകത്ത് നാണം കെട്ടവരെ പോലെ, വൃത്തികെട്ടവരെ പോലെ മുഖത്ത് മുഴുവനും പടച്ചവനെ തുപ്പലുകളും ചുമന്നു കൊണ്ടുവരുന്ന 4ാമത്തെ വൃത്തികെട്ടവരാരാ? അവർ അല്ലാഹുവിന്റെ കിബിലയുടെ നേരെ തുപ്പിയവരാ. അല്ലാഹുവേ, അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ. അല്ലാ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ. അല്ലാ, പടച്ച റബ്ബേ, മരിക്കുന്നതിന് മുമ്പ് അല്ലാ ആ കഅബ കണ്ടുകൊണ്ട് നിസ്കരിക്കാൻ, ആ കഅബയുടെ കില്ല പിടിക്കാൻ, ആ ഹജറുൽ അസ്വദ് ചുംബിക്കാൻ, മഖാം ഇബ്രാഹിം കാണാൻ, ഹിജ്ർ ഇസ്മായിലിനകത്ത് കേറാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. അല്ലാ, ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. അല്ലാ.